ചേട്ടനപ്പോൾ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ പാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരാൾ വേണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ടോ? പാട്ട് ഡിമാൻഡ് ചെയ്യുന്ന അതോ ഞാൻ ബേസിക്കലി സോങ് കമ്പോസ് ചെയ്യാൻ നേരത്ത് ഇത് ആരെങ്കിലും ആദ്യമേ മനസ്സിലുണ്ടോ? ഇല്ല അങ്ങനെ മനസ്സിൽ വിചാരിച്ചല്ല ചെയ്യുന്നത്. പക്ഷേ കമ്പോസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില സൗണ്ട്സ് നമുക്ക് സിമിലറായിട്ട് നമുക്ക് ഈ വോയിസ് ചിലപ്പോൾ ഇതിന് നല്ലതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഹൃദയ സഖി എന്നുള്ള പാട്ട് അത് കമ്പോസ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ അറിയാതെ ഇങ്ങനെ ഹരിജിയുടെ ഒരു ടോൺ ഇങ്ങനെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ നമുക്ക് പാടാൻ പറ്റുന്നത്. അപ്പം എൻ്റെ അടുത്ത് സാറ് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹരിജി പാടിയത് അടിപൊളിയാവട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ശരി അധിക പ്രസംഗം ആയിപ്പോയോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഹരിജി ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, നമുക്ക് വേറെ ആരെങ്കിലും. അന്നേരം ആൾ പറഞ്ഞില്ല നമുക്ക് ഹരിജീനെ കൊണ്ട് തന്നെ പാടിക്കാം. അപ്പം അങ്ങനെ ഇപ്പോൾ നീ മണിമുകിലാടകൾ അപ്പോൾ ആര് പാടണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ജയേട്ടൻ്റെ ഒരു സ്വര മനസ്സിലേക്ക് വന്നു. അപ്പോൾ അത് കറക്റ്റ് സ്യൂട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചില പാട്ടുകൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നും. പിന്നെ ചിലത് നമുക്കറിയാമല്ലോ, ചിലത് നമ്മളോട് ഇങ്ങോട്ട് പറയും ഇത് ഇന്ന ആൾ പാടണം അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ട് പാടിക്കണം എന്ന് പറയുമ്പോൾ നമുക്കത് എങ്കിലും ഞാനിങ്ങനെ അവരോട് സജഷൻസ് പറയും. നമുക്ക് ചിലപ്പോൾ ഈ സിംഗർ ആയിരിക്കും നല്ലത് അങ്ങനെ. അപ്പോൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇന്ന ആൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ചേട്ടൻ്റെ പാട്ടുകളിൽ എപ്പോഴെങ്കിലും സ്വന്തം പാട്ടുകളിരുന്ന് ഇങ്ങനെ കേൾക്കാറുണ്ടോ? സ്വന്തം പാട്ടിൽ ട്രിപ്പ് ചെയ്യാറുണ്ടോ? ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഞാൻ അങ്ങനെ കേൾക്കേണ്ടായി. എന്നുവെച്ചാൽ ഞാനൊരു സ്കാനിങ്ങിന് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു MRI സ്കാനിന്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കിടക്കണം, ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1 hourൻ്റെ അടുത്ത് കിടക്കണം. അപ്പോൾ പറഞ്ഞു ഒരു ഓപ്ഷൻ ഉണ്ട്, പാട്ട് കേൾക്കാം, ഹെഡ്ഫോൺ വെച്ച് തരാം, അതിനകത്ത് പാട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പാട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളിത്തര മുതലുള്ള എല്ലാ ഞാൻ ഓർത്ത് ഇവരൊക്കെ ഇങ്ങനെ പക്ഷേ അത് എനിക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ പാട്ടുകളൊന്നും കേട്ടിട്ടില്ല, എന്നുവെച്ചാൽ പഴയ പാട്ടുകളൊന്നും അധികം കേട്ടിട്ടില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആ 1 hour ഞാൻ എൻജോയ് ചെയ്തു ശരിക്കും. വെള്ളിത്തര മുതൽ എല്ലാ സോങ്സ് ഓരോ അപ്പോൾ ചില സോങ്സൊക്കെ എനിക്ക് അപ്പോഴാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തത്, നമ്മൾ ചെയ്ത വർക്കുകളുടെ ഒരു ഇതുണ്ടല്ലോ. ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ ഇങ്ങനൊരു ഫിസിക്കൽ സംഭവം വന്നപ്പോൾ ചേട്ടൻ അതിനെങ്ങനെയാണ് വാട്ട് മെയ്ഡ് യു ലൈക്ക് സ്ട്രോങ് ആയിട്ട് അതിജീവിക്കാനുള്ളൊരു? ഞാൻ ഒത്തിരി ദൈവത്തിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത് എൻ്റെ ലൈഫ്. പക്ഷെ ശരിക്കും അന്ന് ആ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി എൻ്റെ ഫെയ്ത്ത് വരെ ഷാറ്റേഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു.